ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സോണിയുടെ CFX B5S എന്ന് പറഞ്ഞ ഒരു പഴയ ടേപ്പ് റെക്കോർഡറാണ്. പഴയെന്ന് പറയുമ്പോൾ ഒരു 25 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ്. അതിൻ്റെ മെക്കാനിസം കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് വന്നതാണ്. കാസറ്റ് പ്ലേ ആവത്തില്ല. അപ്പോൾ നോക്കി, ബോർഡിനൊന്നും കുഴപ്പമില്ല. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ സെറ്റാണ്. സോണി ഇന്ത്യ ലിമിറ്റഡ്, മോഹൻ കോപ്പറേറ്റീവ് റോഡ്, ന്യൂഡൽഹി എന്ന് പറഞ്ഞ അഡ്രസ്സിൽ വന്നിരിക്കുന്ന സാധനമാണ്. ചൈനയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഇഷ്ടംപോലെ വിറ്റിട്ടുള്ളതാണ് ഒരു കാലത്ത്. ഈ സെറ്റ് കാസറ്റ് പ്ലെയറിൻ്റെ ഒരു രാജാവായിരുന്നു. ചെറിയ ഒരു നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് കിട്ടുന്ന ഒരു സെറ്റായിരുന്നു. എൻ്റെ സ്പീക്കറൊക്കെ പ്രത്യേക ടൈപ്പ് വാട്സും ഇതുമെല്ലാം ഉള്ള സ്പീക്കറുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം നമ്മളൊരു വിധമൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നോക്കുകയാണ്. അതിൻ്റെ വീലുകളും കാര്യങ്ങളൊക്കെ തെന്നിപ്പോയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തേഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഉള്ള വീലുകളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ലിവർ തെന്നിപ്പോയതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായിട്ട് വരും. അതിൻ്റെ പാട്ടും നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട് ഇപ്പോഴും. അത് നമ്മളിത് റെഡിയാക്കി എടുത്തപ്പം മെക്കാനിസം ഓൾറെഡി കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പല്ലുകളും വീലുകളൊക്കെ തെന്നിക്കിടന്നതാണ്. അവനെയൊക്കെ നമ്മൾ പിടിച്ച് റെഡിയാക്കി ഇട്ടു. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം, ഒരു തലവേദന ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ് സോണിയുടെ. ഈ മെക്കാനിസം അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നുള്ളതൊന്നുമല്ല, നല്ല മെക്കാനിസമാണ്. അപ്പോൾ അത് എങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പഴക്കമായ സെറ്റാണെങ്കിലും കസ്റ്റമറുകളിൽ ഒത്തിരി കാസറ്റും ഒക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പഴയ യുഗ്മഗാനങ്ങളൊക്കെ കേൾക്കുന്ന ആളാണ്. പുള്ളി തന്നെ തന്നൊരു കാസറ്റാണിത്. ഈ കാസറ്റയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത് കൂട്ട് പാട്ട് കേട്ടില്ല. KP ദേവഫാനുവോ അങ്ങനെ കണ്ട എഴുതിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാൻ. പഴയ യുഗ്മഗാനങ്ങളാണ്. നൊസ്റ്റാൾജിയയിലിരുന്ന് പുള്ളി കേൾക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും എത്ര രൂപയാണെങ്കിലും നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നന്നാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഹെഡ് മുഴുവൻ ഒരുമാതിരി തുരുമ്പെടുത്തിരിക്കുകയാണ്. അത് മുഴുവൻ ഞാൻ ഐസോപെപ്ലിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ്. ഐസോപെപ്ലിൻ ഉപയോഗിച്ച് അത് പതുക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് അതിലെ തുരുമ്പും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല തിളങ്ങി വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് സൗണ്ടിനൊരു ക്വാളിറ്റി കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഓഡിയോ ഒറിജിനലായിട്ട് പ്ലേ ചെയ്ത് ഞാൻ അവസാനം കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ അത്രയും ക്വാളിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ പിഞ്ച് വീലുണ്ട്. അതായത് ഈ കാസറ്റിനെ ഇങ്ങനെ കറക്കി പുറത്തേക്ക് വരുന്ന പിഞ്ച് റോളർ എന്ന് പറയും. ആ പിഞ്ച് റോളർ ഒരു റബ്ബറാണ്. അതിൽ ഒത്തിരി ഇങ്ങനെ ഓടിയൊക്കെ കാസറ്റ് എന്ന് പൊടി പിടിച്ചും പൂപ്പലായിട്ടുമൊക്കെ കുറേയൊക്കെ ഇരിപ്പുണ്ട് അതിൽ. അപ്പോൾ അതും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. പിഞ്ച് റോളർ കറക്കിക്കൊണ്ട് ഈ ഐസോപെപ്ലിൻ വെച്ച് ബഡ്സ് വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ ചെടിയും കൂടെ പോവും. അതാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. പിഞ്ച് റോളറും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഇത് വരത്തുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മെക്കാനിസമാണ്, നല്ല മെക്കാനിസമാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഹെഡും ഓഡിയോ ഹെഡും പിഞ്ച് റോളറുമാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിഞ്ച് റോളർ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് പതുക്കെ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കറങ്ങി വരും. അതിലിരിക്കുന്ന ഇതെല്ലാം പോവും. അപ്പോൾ പിഞ്ച് റോളറും കറക്റ്റ് ചെയ്ത് ഹെഡും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുത്തി പാടിച്ചാൽ ഇത് പാടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക. എൻ്റെ വർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇതൊന്നും ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, എങ്കിലും ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നൊക്കെ പുതിയ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, പലരും കണ്ടിട്ടില്ല എങ്ങനെയാണ് കാസറ്റ് വർക്ക് ചെയ്യുന്നത്. ടേപ്പ് ഇതുകൊണ്ട് ഇപ്പം ആ തൂത്തെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റാണ്. അപ്പോൾ ഈ കാസറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ടേപ്പാണ്. അപ്പം ടേപ്പിൽ കാസറ്റ് പഴയത് എറേസ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ് അവിടെ വെച്ചിരിക്കുന്നത്. പഴയ ടേപ്പിലൊക്കെ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി ഞെക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടായി അതിനെ മായ്ച്ച് കളയുന്ന പരിപാടിയായിരുന്നു അന്ന്. ഇപ്പോൾ പുതിയ കുറച്ചുകൂടെ അഡ്വാൻസ് ആയപ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആവശ്യമില്ലെന്നും ഡയറക്റ്റ് മാഗ്നറ്റ് തന്നെ മതി, മാഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിൻ്റെ അലൈൻമെൻറ്റിന് എന്തെങ്കിലും മാറ്റം വന്ന് മാഗ്നറ്റ് താഴോട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ കാസറ്റിലുള്ള മുഴുവൻ സാധനവും മാഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം.
അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ പിന്നെ അവിടെ സപ്ലൈ കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ അത് ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറത്തുള്ളൂ, സപ്ലൈ വന്നെങ്കിൽ. അല്ലാത്ത സമയത്ത് ഒരു കോയിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാറി വരുന്ന രീതിയായിരുന്നു പണ്ടത്തെ ടേപ്പിലെല്ലാം. ഇപ്പോൾ പുതിയതായപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ടൊരു പെർമനൻറ്റ് മാഗ്നറ്റ് അവിടെ വെച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടുപിടിക്കുകയും ഈ മെക്കാനിസം പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും. ഇതുണ്ട് ഇപ്പം മണ്ടയിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പരം മണ്ട കാണുന്ന ആ സാധനമാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. അതിപ്പം ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാം. അങ്ങനെ മെക്കാനിസം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഇച്ചിരി ഗ്രീസൊക്കെ ഇടണം. കുറേ നാളായിട്ട് വർക്ക് ചെയ്യാതൊക്കെ ഇരുന്ന സെറ്റായതുകൊണ്ട് അതിൻ്റെ മെക്കാനിസത്തിന് വീലിനിടയിലൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സിലിക്കൺ ഗ്രീസ് എന്ന് പറഞ്ഞൊരു ഗ്രീസുണ്ട്, വൈറ്റ് ഗ്രീസാണ്. ആ ഗ്രീസ് ഇടണം. പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീക്കറാണ്, ഒറിജിനൽ സ്പീക്കർ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് മെക്കാനിസം വർക്ക് ചെയ്തു, ഓക്കെ ആയിട്ടുണ്ട്, കാസറ്റ് ഓടുന്നുണ്ട്, നല്ല ക്ലിയറായിട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ അത് ഇനി നമുക്ക് സ്പീക്കറും കൂടെ കണക്ട് ചെയ്ത് അതിൻ്റെ പാട്ടും കാര്യങ്ങളുമൊക്കെ നമുക്ക് നിങ്ങളെ കേൾപ്പിച്ച് തരാം. കാസറ്റ് ഓടുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി സെറ്റാണ്. ചെറിയ സെറ്റാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റി സെറ്റാണ്. അന്നൊക്കെ നല്ല രീതിയിലാണ് സെറ്റുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നാണ് ഇതെല്ലാം നശിച്ചു പോയത്. അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവനെ നമുക്ക് പാക്ക് ചെയ്ത് പാട്ട് പാടിച്ചും എന്നാണേലും നിങ്ങളെ കേൾപ്പിക്കും. പഴയ പാട്ട്, നല്ല സുന്ദര യുഗ്മാനം, ഇതുപോലത്തെ പാട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. വെറൈറ്റി പാട്ട്. ഈ കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന കാസറ്റാണ്. KP ഉദയഭാനു എന്ന് പറഞ്ഞ് പഴയ ഓൾഡ് ഉദയഭാനുവിൻ്റെ പാട്ടുകളാണെന്ന് തോന്നുന്നു ആ കാസറ്റ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിന് ഇച്ചിരി അതിൻ്റെ വോളിയം കൺട്രോളൊക്കെ ഇരുന്ന് പതുക്കെ അനക്കുമ്പോഴൊക്കെ ഓരോ നോയ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഐസോപ്പപ്ലിൻ കുറച്ച് സ്പ്രേ ചെയ്താൽ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. സ്വിച്ച് ക്ലീനിങ് ഓയിൽ ഒഴിച്ച് ക്ലീൻ ചെയ്താലും മതി, ഐസോപ്പപ്ലിൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനൊരു ഇതിനകത്തുള്ള എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പോവും. അത് കഴിഞ്ഞ് നമ്മൾ 2 കൺട്രോൾ, അതായത് ഒന്ന് ബാസ് ട്രബിൾ കൺട്രോളും ഒന്ന് വോളിയം കൺട്രോളും, 2 കൺട്രോളും നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ അതവിടെ എല്ലാം തുടച്ചെല്ലാം എടുക്കണം. അവിടെ ലിക്വിഡ് വീണതിൻ്റെ അവിടെയൊക്കെ തുടച്ചെല്ലാം എടുക്കണം. പിന്നെ റേഡിയോ സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്പീക്കർ വെച്ച് സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്പീക്കർ. ഈ സ്പീക്കർ വെറൈറ്റി സ്പീക്കറാണ്. ചെറിയ സ്പീക്കറാണെങ്കിലും നല്ല സൗണ്ട് കിട്ടുന്ന സ്പീക്കറാണ്. സാധാരണ എല്ലാ സ്പീക്കറും 4 ohmsഉം 8 ohmsഉം വരുന്നത്. ഇത് 3.2 ohms ആണ് ഈ സ്പീക്കർ. ഞാൻ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു സാധനം. 3.2 ohms, 2.5 വാട്ടാണ് ആ സ്പീക്കറിൻ്റെ പവർ. അപ്പം 2.5 2.5 വാട്ട്. അപ്പോൾ റിയലായിട്ടും 5 വാട്ട്. ഇപ്പോഴൊക്കെ ചുമ്മാ കള്ളത്തരം എഴുതി വെക്കുമല്ലോ 1000 വാട്ട്സ് 2000 വാട്ട്സ് എന്നൊക്കെ. അന്ന് ഈ 5 വാട്ടിൻ്റെ ഈ സെറ്റിൽ നിന്ന് വരുന്ന സൗണ്ട് കേൾക്കണം, എന്നാ രസമാണ്. അപ്പോൾ ഈ 1000 വാട്ട്സ് എന്നൊക്കെ എഴുതി വെക്കുന്ന ശുദ്ധ കള്ളത്തരവും ശുദ്ധ തട്ടിപ്പുമല്ലേ. പണ്ടൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ എഴുതിയിരുന്നു. കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങളനുസരിച്ച് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത കാര്യങ്ങൾ എഴുതാനും ഒക്കെ നല്ലതല്ല ഇടമാണ്. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാനൊന്നും ആർക്കും പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു കമ്പനി കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴപ്പമായി. എല്ലാ കമ്പനികളും അതനുസരിച്ച് കയറ്റി പറഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടായാൽ മതി, എന്ത് കള്ളത്തരം കാണിച്ചാലും വേണ്ടിയില്ല, എന്ത് കാര്യങ്ങളുണ്ടായാലും വേണ്ടിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അതപ്പതിച്ചു. പക്ഷെ അതൊരിക്കലും ഒരു നല്ലതല്ല. അത് നമ്മളെ സമൂഹത്തിന് നാളെ ദൂഷ്യം ചെയ്യും. നമുക്ക് ധാർമ്മികതയില്ലാത്ത ഒരു ജനം ഇവിടെ ഉണ്ടാകും. ശരിക്കും ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെയൊക്കെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചെല്ലാം എടുക്കേണ്ടതാണ്. അവർക്ക് ശരിക്കും നമുക്ക് പണവും കാര്യങ്ങളിലും ഒന്നും അല്ലല്ലോ, നമ്മുടെ ഒരു മോറലായിട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണമല്ലോ, എങ്കിലല്ലേ കാര്യമുള്ളൂ. പിന്നെ മറ്റുള്ളവരുടെ ചതിവുകളൊക്കെ പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലും മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന രീതിയിലും ചിലപ്പോൾ നമുക്ക് പറ്റുകയില്ല. കാരണം നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊക്കെ സമൂഹത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ
നമുക്ക് ചേരുന്ന ആൾക്കാരുടെ കൂടെ പോവുക, നമ്മുടേതായ രീതിയിൽ പോകുക. അപ്പോൾ നമ്മളതിന് കവറിട്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ്. സ്ക്രൂ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ഒരു ടൈപ്പ് സ്ക്രൂ ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും തമ്മിൽ നേരിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് 2 കവറായിട്ട് ഇത് അഴിച്ചെടുക്കുന്നത് സർവീസ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. അപ്പം ഈ മെക്കാനിസത്തിന് പോലും സെപ്പറേറ്റ് സ്ക്രൂ ഇല്ല. നമ്മൾ ഈ ഇടുന്ന സ്ക്രൂ അതിനകത്തൂടെ കയറി ഇറങ്ങി അടുത്തടുത്ത് ചെല്ലും. അപ്പം മെക്കാനിസവും പിന്നെ ബാക്കി കാര്യങ്ങളുമൊക്കെ ഈ സ്ക്രൂയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡും മെക്കാനിസവും ഫ്രണ്ട് കവറും ബാക്ക് കവറും എല്ലാം കൂടെ ഒന്നിച്ച് സെറ്റായിട്ട് ഒന്നിച്ചത് ഇതാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ക്രൂ എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം. ആ പാട്ടൊന്ന് കേൾക്കേണ്ട പാട്ടുകളാണ്. കോപ്പിറൈറ്റ് അടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും ഞാൻ കേട്ടിടാൻ പോവാണ്. കോപ്പിറൈറ്റ് അടിക്കുവാണെങ്കിൽ പിന്നെ കേൾപ്പിച്ച് തരാമെന്ന് ഓർത്തിയിട്ട് സമയം കുറച്ച് കേൾപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നാണെങ്കിലും ഇത് കോപ്പിറൈറ്റ് കയറാത്ത പാട്ടാണെന്ന് തോന്നുന്നു. അത്രയും പഴയ പാട്ടുകളാണ്. ഇനി ഇൻ്റർനെറ്റിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ സംഗതി പൊളിയും, നടക്കുകയില്ല. അപ്പോൾ ഈ കാസറ്റ് നമ്മൾ എന്നാണെങ്കിലും കേട്ടിട്ട് നോക്കാം. ഇൻ്റർനെറ്റിൽ കയറ്റാൻ ചാൻസ് കുറവാണ്, അത്രയും പഴയ പാട്ടാണത്. അതുകൊണ്ടാണ് അത് ഞാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ മെക്കാനിക്സിനിടയ്ക്കൊക്കെ പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പാട്ട് വെച്ച് നോക്കാം. താമരത്തുമ്പി താളം പിടിച്ച ഇരുട്ടിലേക്കോടിയ കുയിലേ നിന്നെ ഇനി मेरे मगर तू की कर दी कहे चल बस तू ही जा दी मैनू सिर्फ या पेश कर सब तो लो थोड़ा जी हां सिख जाके प्यार करने दा वाल झूठे संसार बेवफा निकली है तू झूठा प्यार नहीं था है तू ഈ സെറ്റ് സോണി ഇന്ത്യയുടെ സെറ്റാണ്. അത് കണ്ടല്ലോ. നമ്മുടെ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രത്യേകത ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ച ദിവസമാണ്.